ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഈ വിഷയം വിദ്യാഭ്യാസ മേഖലയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ് എന്നിരിക്കെ തന്നെ ഇതിൽ രാഷ്ട്രീയം കൂടി കലർന്നിട്ടുള്ള ഒരു വിഷയമാണ്. സമസ്ത ഈ നിലപാടെടുത്ത് സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ലീഗ് പറഞ്ഞത് സമസ്ത പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ സർക്കാർ ആ സംഘടനകളെ വിളിച്ച് സംസാരിച്ച് എന്താണ് സർക്കാർ ഈ നിലപാടുമായി ഈ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമെന്ന് വിശദീകരിച്ചു. വലിയ ഭീഷണി മുഴക്കിയ സംഘടനകൾ തന്നെ പറയുന്നു ഞങ്ങൾ തൃപ്തരാണ് ഈ ചർച്ചയിലെന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി കൂടി സർക്കാരിനൊരു വിജയമായി ഈ സാഹചര്യം മാറുന്നില്ലേ? നോക്കൂ രേണുക, ഇതില് രാഷ്ട്രീയം ഉണ്ടോ എന്ന് രേണുക ചോദിച്ചല്ലോ. ഇത് രാഷ്ട്രീയമേ ഉള്ളൂ. കാരണം 2014 അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് തുടർഭരണം കിട്ടിയല്ലോ. അപ്പൊ അവർക്ക് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളത് രണ്ടായിട്ട് അവർ വിഭജിച്ചു. ഒന്ന് പൊതുവിദ്യാഭ്യാസവും ഒന്ന് ഉന്നത വിദ്യാഭ്യാസവും. ഈ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്നേക്കാൾ കൂടുതൽ ഇവിടെയുള്ള KST നേതാക്കൾക്കും അതുപോലെ ജോർജ് സാറിനെ പോലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടെ ഇപ്പോഴത്തെ സ്കൂളിന്റെ സമയമാറ്റം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി 2 ആഴ്ച മുമ്പ് നടത്തിയ പ്രസ്താവന നമ്മൾ ആദ്യം നോക്കാം. അദ്ദേഹം പറഞ്ഞത് മതസംഘടനയ്ക്ക് ഞങ്ങൾ വഴങ്ങില്ല. ശരി, നല്ല കാര്യം. വിരട്ടല് വേണ്ട. ശരി, നല്ല കാര്യം. ഇത് ഗവൺമെന്റിന്റെ തീരുമാനമാണ്. നല്ല കാര്യം. പക്ഷെ പിന്നെന്തിനാ ഒരു ചർച്ചയ്ക്ക് വിളിച്ചത്? നേരത്തെ സമസ്തയാണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അതുപോലെ കാന്തപുരം വിഭാഗമാണെങ്കിലും AP വിഭാഗമാണെങ്കിലും അവരൊക്കെ പറഞ്ഞത് ഒരു ചർച്ച ചെയ്തുകൂടെ എന്നാണ്. ജിഫ്രി മുത്തിക്കോയ തങ്ങൾ പറഞ്ഞത് സർക്കാർ ഞങ്ങളോടൊന്ന് ചർച്ച ചെയ്തുകൂടെ എന്ന് ചോദിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് പറഞ്ഞത് വിരട്ടല് വേണ്ട, ഇത് ഗവൺമെന്റിന്റെ മതസംഘടനകൾക്ക് വഴങ്ങുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞത്. പിന്നെ എൻ ശ്രീകുമാർ, ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നതാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. ആ ഉമർ ഫൈസി മുക്കം ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു നല്ല തൃപ്തിയുണ്ട് എന്ന്. അല്ല, ഞാൻ പറഞ്ഞ അവരെ ചർച്ചയ്ക്ക് വിളിച്ചല്ലോ. അവരെ ആവശ്യപ്പെട്ടതാണ് ചർച്ചയ്ക്ക് വിളിക്കട്ടെ എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇവരൊക്കെ പത്രസമ്മേളനം നമ്മുടെ ഇത് യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അതായത് ചർച്ചയ്ക്ക് വിളിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എന്താണ് ഇതിന് ആദ്യം ഇപ്പൊ ജുംബ ഡാൻസ് വന്നു. ജുംബ ഡാൻസ് സത്യത്തിലെ എല്ലാവർക്കും അതിനോട് അനുകൂല നിലപാടുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു ആദ്യം. പിന്നീടാണ് അത് തിരുത്തപ്പെട്ടത്. അതുപോലെ ഏത് വിഷയമാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ പ്രവേശന പരീക്ഷയിലേക്കും ഫലം, ആ ഫലത്തിന്റെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് ആദ്യം ഇത് വേണ്ടത് എന്താണെന്നറിയാമോ? ഇവർക്കൊരു വിദ്യാഭ്യാസ നയം വേണം. പൊതുവിദ്യാഭ്യാസ നയം, ഉന്നത വിദ്യാഭ്യാസ നയം, 2 എണ്ണമാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഈ 2 എണ്ണത്തിൽ അവർക്ക് ഉറച്ച നിലപാടുണ്ടോ? ഞാൻ അതിലേക്ക് വ്യക്തമായിട്ട് വരാം. അപ്പൊ ആദ്യം ഈ പ്രശ്നത്തെ പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ഈ സമയമാറ്റത്തെ കുറിച്ച് ആശങ്ക ഉണ്ടായതുകൊണ്ടാണ് മദ്രസ പഠനത്തെ ബാധിക്കരുത്. ഇതായിരുന്നു മുസ്ലിം സംഘടനകളുടെ ആവശ്യം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ രണ്ട് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ എന്താ, ഒന്ന് ചർച്ച ചെയ്തുകൂടെ? ഇതൊക്കെ ചർച്ച ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? നേരത്തെ വിദ്യാർത്ഥി സംഘടനകളായിട്ടും അധ്യാപക സംഘടനകളായിട്ടും അതുപോലെ ഏത് വിഭാഗവുമായിട്ട് ഇവർ ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നതിന് എന്താ കുഴപ്പമുള്ളത്? അപ്പൊ ശിവൻകുട്ടി പറഞ്ഞ വിരട്ടൽ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ ഇതിലത്തെ രാഷ്ട്രീയമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? ഭൂരിപക്ഷത്തെ ഒന്ന് സുഖിപ്പിക്കുക. അതായത് ഞങ്ങൾ മുസ്ലിം മതസംഘടനകൾക്കും അതുപോലെ മറ്റുള്ള ന്യൂനപക്ഷ സംഘടനകൾക്കും അതുപോലെ ഇതര സമുദായ നേതാക്കൾക്കൊന്നും വഴങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഇപ്പം ഭൂരിപക്ഷത്തിന്റെ ഇപ്പൊ കുറെ കാലമായിട്ട് ഈ ഗവൺമെന്റ് നയം എന്താണ്? ഭൂരിപക്ഷ സമുദായത്തെ ഒന്ന് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല കുറെ കാലമായിട്ട്. അതിന്റെ ഭാവമൊക്കെ നമ്മൾ കണ്ടല്ലോ. വെള്ളാപ്പള്ളി നരേശനെ അദ്ദേഹത്തിന്റെ ഒരു ആഘോഷത്തിൽ പോയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചത് നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില നീക്കങ്ങളെ ഒരു നയം, ആ രാഷ്ട്രീയ നയം എങ്ങനെയാണ്? ഇപ്പൊ നിലമ്പൂര് തോറ്റു ഇടതുമുന്നണി. അപ്പൊ നിലമ്പൂര് തോറ്റപ്പോ അതിന്റെ കാരണക്കാരെന്താ? അവിടുത്തെ ഏത് സമുദായത്തെയാണ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ മുൻകാലങ്ങളിൽ തന്നെ ഈ സമസ്തയിലെ 2 വിഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിലൊരു വിഭാഗത്തെ മാത്രം ഒരു ചർച്ചയ്ക്ക് വിളിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, CPM. അപ്പൊ ഇതൊക്കെ കാണിച്ചാൽ മുസ്ലിം മതസംഘടനക്കിടയിലെ അവർക്കിടയിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ ആ ഭിന്നതയെ രാഷ്ട്രീയമായിട്ട് CPM പലവട്ടം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ ഇത്തവണത്തെ ശ്രീകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു സമസ്തകൾക്കും ഒരേ നിലപാട് തന്നെയാണുള്ളത്. അവർ ഒരേ തരത്തിൽ എതിർക്കുകയാണ് ഈ തീരുമാനത്തെ. ഇപ്പോൾ 2 വിഭാഗക്കാരും അതിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇന്നത്തെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സർക്കാർ
സർക്കാരിന്റെ നയവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സർക്കാരിന് വിദ്യാഭ്യാസപരമായ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ആദ്യം മതസംഘടനകളോട് ചോദിച്ചിട്ട് ആ തീരുമാനം എടുക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? സർക്കാർ ഒരു തീരുമാനമെടുത്തു, അത് നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ എതിർ സ്വരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതേ കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്ത് പറഞ്ഞു അത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞത്. ഇത് കോടതി വിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നടപ്പാക്കുന്നതിൽ. പിന്നെ ഇത് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല, ആകെ 15 മിനിറ്റിന്റെ പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു, ചർച്ചയാകാം എന്ന് പറഞ്ഞു. ചർച്ച ഇല്ലാതെ പോകുന്നത് ഒരു ഏകാധിപത്യ സ്വഭാവമാണ് എന്നൊരു വിമർശനം വരുമല്ലോ. അവിടെ ഒരു ചർച്ചയ്ക്ക് സർക്കാർ വഴങ്ങി എന്നുണ്ട്. അവിടെ ചർച്ച നടത്തിയത് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കാണോ? അല്ല. അത് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി പറയുന്നു, ഇത് തീരുമാനം മാറ്റാനുള്ള ചർച്ചയല്ല, അവർക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ചർച്ചയാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ നിലപാട് നടപ്പാക്കുന്നു സർക്കാർ. അതായത് ആദ്യം വഴങ്ങില്ല എന്ന് പറഞ്ഞ ആള് പിന്നെ എന്തിനാ ചർച്ച പിന്നെ നടത്തിയതിനാ? അവരെ മനസ്സിലാക്കിക്കാൻ. അവർക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ, അവർക്ക് ചർച്ച വേണമെന്ന് ഒരു കാര്യമുണ്ടല്ലോ, അതിന് സർക്കാർ വഴങ്ങിക്കൊടുത്തു. ഇതിപ്പോൾ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീകുമാർ? എന്റെ രേണുക, ഇതിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമോ ഞാൻ പറഞ്ഞു, ഒരു സമരം ചെയ്താൽ സന്ധി ചെയ്യാൻ തയ്യാറാകണമെന്നുള്ള നമ്മുടെ പൊതു നയമാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ മുസ്ലിം സംഘടനകൾ, എല്ലാ മുസ്ലിം സംഘടനകളും, സമസ്തയിലത്തെ 2 വിഭാഗവും അതുപോലെ തന്നെ സുന്നികളിലെ വിഭാഗവും എല്ലാവരും, ലീഗ് അടക്കം എന്താ പറയുന്നത്, ഒരു ചർച്ച നടത്താനേ പറഞ്ഞുള്ളൂ. അപ്പൊ ആ ചർച്ച മുൻകാലങ്ങളിൽ ആദ്യത്തെ മുഖ്യമന്ത്രി അങ്ങനെ അല്ലല്ലോ, ചർച്ച നടത്താമെന്ന് പറഞ്ഞു. ചർച്ച നടത്താൻ സർക്കാർ തീരുമാനിച്ചു. അത് ബുധനാഴ്ച നടക്കേണ്ടതായിരുന്നു. VS-ന്റെ വിയോഗ വാർത്ത വന്നതിനെ തുടർന്നാണ് പിന്നീട് അത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയത്. ചർച്ച നടത്താൻ പോകുമ്പോ എന്താ പറഞ്ഞേ, നിങ്ങൾ ഈ സമയമാറ്റം ഒന്ന് ഉച്ചക്കാലത്തേക്കാക്കാമോ, വൈകുന്നേരത്തേക്കാക്കാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് അവധി ദിവസങ്ങളിലേക്കാക്കാമോ എന്നൊക്കെ സാധ്യമായ എല്ലാ ഉപാധികളും വെച്ച് മുഖം രക്ഷിക്കാൻ. അതൊന്നും നടപ്പായില്ലെന്ന് മാത്രമല്ല, സർക്കാർ എന്ത് തീരുമാനിച്ചോ അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് ഞാൻ ചോദിച്ചത്. സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു വിജയം രാഷ്ട്രീയമായി കൂടി അവകാശപ്പെടാൻ പറ്റില്ലേ എന്ന്. ഈ രാഷ്ട്രീയ വിജയം എന്ന് പറഞ്ഞാൽ അക്കാദമിക് ഇഷ്യൂകളാണോ രാഷ്ട്രീയ വിജയം കൊണ്ടുവരേണ്ടത്? വിദ്യാഭ്യാസത്തെ കുളവാക്കിയിട്ടാണോ രാഷ്ട്രീയ വിജയം കൊണ്ടുവരേണ്ടത്? അത് ആദ്യം മനസ്സിലാക്കുക. കുളമാക്കാനല്ലോ. കൂടുതൽ സമയം കുട്ടികൾ പഠിച്ചാൽ, ഒരു 15 മിനിറ്റ് കുട്ടികൾ പഠിച്ചാൽ ദോഷമാണോ ശ്രീകുമാർ വരിക? അല്ല, ഞാൻ പറയട്ടെ, സ്കൂളിലത്തെ സമയമാറ്റവും വിദ്യാഭ്യാസ നയവും ഒക്കെ ഗവൺമെന്റ് തീരുമാനിക്കാമെന്നേ. ആദ്യം നയം ഉണ്ടാക്കട്ടെന്നാ പറഞ്ഞത്. ഈ നയം മറ്റേ 10ാമത്തെ വർഷം അല്ലല്ലോ വേണ്ടത്. ഈ 5 വർഷം 4 വർഷം എന്ത് ചെയ്യായിരുന്നു? ഇതിന് മുമ്പുള്ള 5 വർഷം എന്ത് ചെയ്യായിരുന്നു? ഞാൻ പറഞ്ഞ ഓരോ സമയത്തും രാഷ്ട്രീയമായ തീരുമാനം എടുക്കുന്നത് തെറ്റില്ല ഗവൺമെന്റിന്. പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടി വിശ്വാസത്തിലെടുക്കണം. ഈ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നില്ല. എത്ര കുട്ടികളാ നമ്മുടെ സർക്കാർ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോയത്? അപ്പൊ മാനേജ്മെന്റ് സ്കൂളുകൾ എന്താണ്? മതസംഘടനകളാണ് നടത്തുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ അവരെ കൂടെ വിശ്വാസത്തിലെടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്? മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക്, CBSE സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഏത് സമയം എങ്ങനെ ക്ലാസ് വെച്ചാലും ഒരു കുഴപ്പമില്ല, അവർ അവിടെ ഹാജരാണ്. ഒരു മതസംഘടനകളും ഇടപെടത്തില്ല. സമയക്രമമോ പ്രശ്നമോ മദ്രസ പഠനമോ വേറെ എന്തെങ്കിലും പഠനമോ എന്ന് പറഞ്ഞ് ഇടപെടത്തില്ല. കുട്ടികൾ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ സർക്കാർ അതും കൂടി കണ്ടുകൊണ്ടൊരു നടപടി എടുത്തു എന്ന് കരുതിയാൽ പോരെ? നോക്കൂ രേണുക, ഞാൻ എത്ര പറഞ്ഞാലും രേണുകയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പിടിവാശി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രേണു ഉൾക്കൊള്ളില്ല. പിടിവാശിയൊന്നുമില്ല, ഞാൻ ചോദിക്കുന്നതാണ് ശ്രീകുമാർ. അല്ലല്ല, ഞാൻ പറയുന്നത്, അതായത് ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വോട്ട് കിട്ടാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ്. അതിൽ തെറ്റില്ല.